താത്തന്റെനോ അമ്മമ്മന്റെന്നൊക്കെ സാരി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാരി ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് ചെയ്താൽ മതി. എന്റെ ഭയങ്കര ഫേവറേറ്റ് ഡ്രസ്സാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേര് ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പറയാൻ പോണത്. ഇതൊരു സ്കേർട്ടാണ്. എന്റെ ഭയങ്കര ഫേവറേറ്റ് ഡ്രസ്സാണത്. കുറച്ച് ഫേവറേറ്റ് ഉള്ളതെന്ന് ഇതൊരു ഫേവറേറ്റ് ഡ്രസ്സാണിത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് പിന്നെ ഒരു ബ്ലാക്കുമ്മൽ ഒരു കോപ്പർ കളർ ആയതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് തോന്നൂല. ഗോൾഡൻ കളർ ആകുമ്പോ നമുക്ക് ഇങ്ങനെ കുറച്ച് ഇട്ടാല് ഭയങ്കര എടുത്ത് കാണിക്കണോണ്ട് ഒരു മാതിരി തോന്നുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് മടുക്കണില്ല. ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് പറയണത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങള് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ട് വേഗം കാണാനും പറ്റും. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് എന്തായാലും ഡമ്മിക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഞാന് ഡ്രസ്സ് ഡമ്മിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് ഒരു സാരിയാണ്, ഉമ്മന്റെ ഒരു സാരിയാണ്. ഒരു ബ്ലാക്ക് കളർ മതി, കോപ്പർ കളറാണ് വരുന്നത്. പക്ഷെ വീഡിയോയിൽ ഇനി ഗോൾഡൻ കളർ ആവുമെന്ന് അറിയില്ല. പക്ഷെ ഇതൊരു കോപ്പർ കളറാണ്. ഒരു ഭംഗി തോന്നിക്കുന്ന ഒരു കളറാണ്. ഒരു വേറെ ഭംഗിയല്ലേ ഈ കോപ്പർ കളർ ബ്ലാക്കുമ്പോ വരുമ്പോ. ഗോൾഡൻ കളർ ആകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എനിക്കൊക്കെ വേഗം മടുപ്പ് തോന്നിക്കും കുറെ ഗോൾഡൻ കളർ ആയാല്. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇഷ്ടം. പിന്നെ കോപ്പർ ആകുമ്പോ വല്ലാണ്ട് കുഴപ്പമൊന്നും തോന്നൂല. അപ്പൊ അതാണ് നമ്മൾ സ്കേർട്ടാണ് സാരി കൊണ്ട് തയ്ച്ചത്. ഉമ്മാന്റെ സാരി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തയ്ച്ചത്. പിന്നെ ജമ്പർ നമ്മൾ എക്സ്ട്രാ നെറ്റ് വാങ്ങിയിട്ടാണ് തയ്ച്ചത്. സ്കേർട്ട് കംപ്ലീറ്റ് സാരി കൊണ്ടും പിന്നെ ജമ്പർ നമ്മൾ നെറ്റ് കൊണ്ടും ഒരു ബ്ലാക്ക് ഗ്ലേസിംഗ് ഉള്ള നെറ്റാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പൊ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ നെറ്റ് കൊണ്ട് തന്നെ നമ്മൾ സ്കേർട്ടിന്റെ താഴെ ഒരു മടക്കി തയ്ച്ചതും ഒരു ബോർഡർ ആക്കി തയ്ച്ചതും ഉണ്ട്. ഇപ്പൊ കാണിക്കാം. അപ്പൊ ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു കേവാണ്. നമ്മൾ മാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കേവിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ ലോക്കറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു കേവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേവിന്റെ ഇതിന് തന്നെ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഈ നെറ്റ് കൊണ്ട് തന്നെ നമ്മൾ പൈപ്പിംഗ് ആണ് ചെയ്തത്. അപ്പൊ ഒരു കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ടൈറ്റും തോന്നിക്കൂല. ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വെച്ചതാണ്. പിന്നെ താഴെ നമ്മളൊരു മുത്ത് ആഡ് ചെയ്തിട്ട് ഈ ഒരു കോപ്പർ കളർ അതിന്റെ മുത്ത് ആഡ് ചെയ്തിട്ട് ഒരു കെട്ടും കൂടി കൊടുത്തതാണ് വീഴാക്കാന്. അങ്ങനെയാണിത്. പിന്നെ കൈയും ഈ നമ്മൾ നെക്ക് ചെയ്ത പോലെ തന്നെ ഒരു കേവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേവിന്റെ ഉള്ളില് ഈ പ്രിന്റ് ഉണ്ടല്ലോ നമ്മളെ സ്കേർട്ടിന്റെ പ്രിന്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അതിന്റെ എൻഡില് കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മള് നെക്കില് ചെയ്ത പോലെ തന്നെ. താഴെ മുത്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് കെട്ടാണ്. ഇതും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഇതിൽ തന്നെ നിൽക്കും. വെറുതെ ഒരു ഭംഗിക്ക് ഷോക്ക് വെച്ചതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ നെറ്റ് ക്രേപ്പാണ് യൂസ് ചെയ്തത്. ഒരു ഗ്ലേസിംഗ് നെറ്റാണ് കേട്ടോ ഇത്. നോർമൽ നെറ്റല്ല, കുറച്ചൊക്കെ കട്ടിയൊക്കെ ഉള്ള ഗ്ലേസിംഗ് നെറ്റാണുള്ളത്. പിന്നെ നമ്മളെ ടോപ്പിന്റെ സൈഡില് ഒരു കുഞ്ഞു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഓപ്പണിന്റെ അവിടെ അങ്ങനെ ഒരു കര അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഷോള് നമ്മള് നോർമൽ ഷിഫോൺ ഷോള് വാങ്ങിയിട്ട് ഈ ഇതിന്റെ ബോർഡർ ഉണ്ടല്ലോ കര വെച്ചിട്ട് ടോട്ടലി നമ്മൾ തയ്ച്ചെടുത്തതാണ്. എല്ലാ സ്ഥലത്തും തയ്ച്ചത്. അപ്പം ഷോളുമ്മലും ആ ഒരു ഭംഗി കിട്ടും. നമ്മളെ സ്കേർട്ട്
ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചത്. ഇലാസ്റ്റിക് ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഞെറിവായി നിൽക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വിടർത്തുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ കാര്യങ്ങള്. ഇത് കുറച്ച് മുമ്പേ എന്റെ അടുത്തുണ്ട്. ഞാൻ നല്ല യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കെയർ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലം നിൽക്കുമല്ലോ. നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സായതുകൊണ്ട് നമ്മൾ കുറെ ഇങ്ങനെ കെയർ ചെയ്യുമല്ലോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഉമ്മന്റെന്നോ താത്തന്റെന്നോ ഉമ്മന്റെന്നൊക്കെ സാരി ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാരി ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റിയിട്ട് ചെയ്താൽ മതി. പക്ഷെ ഇത് ഞാൻ അടിച്ചു മാറ്റുന്നല്ല, അത് ഉമ്മക്ക് തന്നതാണ്, ഉമ്മനെ തയ്ച്ചെന്നതാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇട്ട ഡ്രസ്സും അത്യാവശ്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ അത്ര ഒന്നും ഇഷ്ടമല്ല, അങ്ങനെയല്ല, ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര ഫേവറേറ്റ് ഒന്നുമല്ല. പക്ഷെ ഞാൻ കുറെ ഇട്ടും കിട്ടുന്നത് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇതിന്റെ ഡിസൈനിങ് വീഡിയോ ഇതിലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പക്ഷെ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് ഒരു പിസ്ത ഗ്രീനുമല് വന്നിട്ടാണ്. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, പിന്നെ സെന്ററിൽ ഒരു കട്ടിങ് ഉണ്ട്. പിന്നെ ഈ ഫ്ലവറൊക്കെ ഒരു റോസിന്റെ ഫ്ലവറാണ്. അത് ഉമ്മ എംബ്രോയിഡറി നൂല് വെച്ചിട്ട് തുന്നിയതാണ് കേട്ടോ. പിന്നെ ഈ മുത്ത് ഞാൻ തുന്നിയതാണ്. പിന്നെ താഴെ ഉണ്ട് ഈ സെയിം മുത്ത്, അതും ഞാൻ തുന്നിയതാണ്. പിന്നെ ഇതിന്റെ കൈ ഇലാസ്റ്റിക് ആണ്, വീതിയുള്ള ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഈ ഒരു ഡ്രസ്സിൽ തന്നെ വീതിയുള്ള ഇലാസ്റ്റിക് ഉള്ളൂ. സാധാരണ ഞങ്ങള് ഒരു 4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യല്. പക്ഷെ ഇത് വീതിയുള്ള ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു സ്പെഷ്യലാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഇലാസ്റ്റിക് വരുന്നത് ഒരു വേറെ ഭംഗിയാണല്ലോ. അപ്പൊ അങ്ങനെ ഇലാസ്റ്റിക് ആണ്. കൈ ഒരു ലൂസായിട്ടുള്ള വന്നിട്ട് കൈയിന്റെ ഇവിടെയും ഈ ഫ്ലവർ വെച്ചിട്ട് കേട്ടോ. പിന്നെ ബാക്കില് ബട്ടനാണ് ചെയ്തത്. ഈ ഒരു ഡാർക്ക് ഗ്രീന് ബട്ടനാണ് ചെയ്തത്, ഒരു ഹോള് വന്നിട്ട്. അപ്പൊ അതിന്റെ ഡിസൈനിങ് വീഡിയോ ഇതിലുണ്ട്, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, കണ്ടു നോക്കാം. അപ്പൊ എല്ലാരും ഈ ഡ്രസ്സിന്റെ ഡിസൈനിങ് വീഡിയോ കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ. ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്, കണ്ടു നോക്കുക. പിന്നെ വേറെ നിങ്ങൾക്ക് എന്താ കണ്ടന്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഏതാ കൂടുതൽ പറയണത് നോക്കിയിട്ട് ഞങ്ങൾ അത് ചെയ്യണതാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ അതും പറയാം. ഇൻഷാല്ലാ ഓരോ വീഡിയോസിലായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.